കൂട്ടുകാർക്കും യൂട്ടൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഭംഗിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു പിണ്ടി ഡെക്കറേഷൻ ഐഡിയ ആണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കണ്ട ഈ പിണ്ടി ഡെക്കറേഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന് മുകളിൽ കുത്തി കൊടുത്തിരിക്കുന്ന ഈ കൊടികളാണ്. ഇത് നമ്മൾ സാധാരണ കാണുന്ന കൊടികളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈർക്കിൽ, പിന്നെ നമുക്ക് ആ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പിങ്ക് കളറിലുള്ള ക്രേപ്പ് പേപ്പർ കൊണ്ടാണ്. പിന്നെ നമുക്ക് ഗ്രീൻ കളറുള്ള ക്രേപ്പ് പേപ്പർ ആവശ്യമുണ്ട്. അത് നമ്മൾ ആ ഈർക്കിലിനെ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ലീഫ്, അതിൻ്റെ ഇടയിൽ ഫ്ലവറിൻ്റെ ഇടയിൽ നമ്മൾ ലീഫ് കൊടുത്തിട്ടുണ്ട്. ആ ലീഫ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിലുള്ള ചൈന പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കൊടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഒരു 120-130 കൊടികൾ ആണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഗ്രീൻ കളറുള്ള നമ്മുടെ ക്രേപ്പ് പേപ്പർ ഒരു ഷീറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചോളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതി വരാവുന്ന രീതിയിൽ അതിൽ നിന്ന് ഒരു പീസ് വെട്ടിയെടുക്കണം. ഇനി അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഗമ്മ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈർക്കിലിയുടെ മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് അത് ഒട്ടിച്ചു കൊടുക്കണം. മുകളിലും താഴെയും മാത്രമേ നമുക്ക് ഗമ്മ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം നമ്മുടെ ഈർക്കിലിനെ ഗ്രീൻ കളറ് ക്രേപ്പ് പേപ്പർ വെച്ച് നമ്മൾ കവർ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് പിങ്ക് ക്രേപ്പ് പേപ്പർ എടുക്കുക. ഇതുപോലെ മടക്കി എടുത്തോളൂ. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ വീതി വരാവുന്ന രീതിയിൽ അതിനെ കട്ട് ചെയ്തെടുക്കണം. നമ്മളതിനെ നിവർത്തിയിട്ട് നമുക്കതിനെ 3 മടക്കിയെടുക്കാം. ഞാൻ മടക്കിൽ വെച്ച് വെട്ടിയെടുത്തോളൂ. നമുക്കിപ്പോൾ 3 പീസ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. 3 ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഈ 3 പീസ് പേപ്പർ മതി. ഇനി ഈ ഒരു പീസിനെ നമ്മൾ വീണ്ടും മടക്കിയെടുക്കണം. ഒന്നുകൂടെ മടക്കണം, വീണ്ടും മടക്കുക. ഇനി നമ്മളതിനെ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാണ് നമ്മൾ വെട്ടാൻ പോണത്. നന്നായി വീതി കുറച്ച് തന്നെ വെട്ടിയെടുക്കണം. ഇനി നമുക്ക് നിവർത്താം. നമ്മളതിൻ്റെ അടിഭാഗത്ത് ഗമ്മ് കൊടുക്കണം. ഇനി ഈർക്കിലിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് തുടങ്ങി നമുക്ക് ആ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം.
ഫ്ലവർ ഒട്ടിക്കുമ്പോൾ ഒന്ന് ചുരുക്കി ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരിക്കും ആ ഫ്ലവർ. അപ്പം അതൊക്കെ ഒന്ന് ചുരുക്കി ഒട്ടിച്ചു കൊടുക്കുക. ഫ്ലവർ ഒരു റൗണ്ട് 2 റൗണ്ട് കഴിയുമ്പോൾ ഒന്ന് താഴേക്ക് ഇറക്കിയിട്ട് വേണം അടുത്ത ലെയർ ചുറ്റിയെടുക്കാൻ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രേപ്പ് പേപ്പറിൻ്റെ ചെറിയൊരു പീസ് വെട്ടിയെടുത്തിട്ട് നമുക്ക് ആ പൂവിൻ്റെ അടിഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പൂവിനൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ നമുക്ക് 5 6 ഒരു 6 പൂവ് കൂടി ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ഇർക്കിലിൻ്റെ സൈസൊക്കെ അനുസരിച്ച് 6 7 ഒക്കെ ആവാം. ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ള പൂക്കളും കൂടി തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ ഇർക്കിലിമേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ അടിയിൽ നമ്മൾ ആ ഗ്രീൻ കളറുള്ള ക്രേപ്പ് പേപ്പറും കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിൽ ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൈന പേപ്പറിൻ്റെ ഒരു പീസ് എടുക്കുക. അതിൽ ഒരു 7 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്ററും വീതിയിലാണ് ഈ പീസ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ നീളത്തിൽ 2ആയിട്ട് മടക്കാം. ഇനി നമ്മളതിനെ ആ കോർണറിൽ നിന്ന് നമ്മളൊരു കർവ് ഷേപ്പിൽ ഒരു പീസ് വെട്ടിയെടുക്കണം. നമുക്കതിൽ ലീഫിന് ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കുക. 2 കട്ടിങ് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് നിവർത്താം. നമ്മുടെ ലീഫ് റെഡിയായി. നമ്മളിനി ഗമ്മ് കൊടുത്തിട്ട് നമ്മളത് ആ പൂവുകൾക്കിടയിൽ വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള ഗ്യാപ്പിലും ഇതുമാതിരി ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലൊക്കെ ലീഫ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊടി റെഡി ആയിട്ടോ. ഇനി നമുക്ക് അതിൻ്റെ താഴെ നമ്മൾ കണ്ടില്ലേ ആ ചൈന പേപ്പറിൻ്റെ ഷീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി കൊടികളുടെ താഴെയുള്ള ആ ഞൊറികൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ചൈന പേപ്പറിൻ്റെ ഷീറ്റ് 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഈ നീളത്തിൽ തന്നെ നമ്മളതിനെ 2 എണ്ണം കൂട്ടി ഒട്ടിക്കണം. നമ്മൾ 2 ഷീറ്റ് പേപ്പർ കൂട്ടി ഒട്ടിച്ച് ഇത് തിരിച്ചൊന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നീളം കൂടിയ ഭാഗത്തുനിന്ന് സിക്സാക്ക് മാനറിൽ മടക്കിയെടുക്കണം. 3.5 സെൻറ്റിമീറ്റർ ആണ് ഈ സിക്സാക്ക് മാനറിൽ മടക്കുമ്പോൾ അതിൻ്റെ വീതി വരുന്നത്. പിങ്ക് പേപ്പർ നമ്മളിങ്ങനെ ഇതുപോലെ മടക്കിയെടുത്തു. ഇനി നമുക്ക് ഗ്രീൻ പേപ്പറും കൂടി ഇങ്ങനെ മടക്കിയെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഗ്രീൻ പേപ്പറും ഈ പിങ്ക് പേപ്പറും ഒന്നിടവിട്ടിട്ടാണ് നമ്മൾ ഈ പിണ്ടീനെ കവർ ചെയ്യുന്നത്. നമ്മൾ ചൈന പേപ്പറിൻ്റെ ഈ ഫ്ലീറ്റ്സ് ഉണ്ടാക്കിയെടുത്തത് നൂൽക്കമ്പി വെച്ചിട്ട് നമ്മളിത് കെട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ എല്ലാ പേപ്പറും ഇങ്ങനെ ഇടവിട്ട് കെട്ടിയിട്ട് ഇതിൻ്റെ അറ്റം നമ്മൾ ഗം വെച്ചിട്ട് പരസ്പരം ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ.
ഇനി നമ്മൾ ആ കൊടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഫ്ലവർ ഈ നൂൽക്കമ്പിയുടെ മുകളിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പപ്പടക്കോൽ വെച്ചിട്ട് ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇത് ഇറക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ കൊടികൾ കുത്തി കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ പിണ്ടീനെ നമ്മൾ ചൈന പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യണം. പിങ്ക് കളറുള്ള ചൈന പേപ്പർ ഉപയോഗിച്ച് ഈ ഭാഗം കവർ ചെയ്തിട്ട് നമുക്ക് ഈ കൊടികൾ ഒന്ന് കുത്തി കൊടുക്കണം.